അങ്ങ് മലമുകളിൽ താമസിക്കുന്ന ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് രാവിലെ മഞ്ഞ പെയിന്റും ബ്രഷും എടുത്ത് പോകുന്നത് കണ്ട് ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ് അസൂയപ്പെട്ടു. ടൗണിലെത്തിയ ഹെപ്പറ്റൈറ്റിസ് എ ചായക്കടയിൽ പൊറോട്ട തിന്നുന്ന മാളുക്കുട്ടിയുടെ അടുത്ത് തിളപ്പിക്കാത്ത വെള്ളം ഇരിക്കുന്നത് കണ്ട് ഓടിച്ചെന്ന് ഗ്ലാസിന്റെ വക്കിൽ കയറിയിരുന്നു. മാളുക്കുട്ടി വെള്ളം അകത്താക്കിയപ്പോൾ വൈറസും ഉത്സാഹത്തോടെ അകത്തേക്ക് കയറി. അവൻ നേരെ ലിവർ റിസോർട്ടിൽ പോയി റൂമെടുത്ത് പണി തുടങ്ങി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മാളുക്കുട്ടിക്ക് പനിയും ക്ഷീണവും ഛർദിയും ഒക്കെ തുടങ്ങി. ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് അവളുടെ കണ്ണിലും സ്കിന്നിലും പെയിന്റ് അടിച്ച് മഞ്ഞ കളറാക്കി. അവളുടെ മഞ്ഞയായ കണ്ണ് കണ്ട് വീട്ടുകാർ പരിതപിച്ചു. മാളുക്കുട്ടി അപ്പിയിടാൻ പോയപ്പോൾ കയ്യിൽ പറ്റിപ്പിടിച്ച് വീട്ടുകാർക്കും രോഗം പടർത്താനായിരുന്നു അവന്റെ പ്ലാൻ. മാളുക്കുട്ടി അപ്പിയിട്ടിട്ട് കൈ സോപ്പിട്ട് നന്നായി കഴുകണേ. പുറത്തുനിന്ന് അന്നാമച്ചിയുടെ ഒച്ച കേട്ട് വൈറസ് നിരാശനായി. തിളപ്പിച്ചാറിയ ചൂടുവെള്ളം കുടിച്ചും നല്ല ഭക്ഷണം കഴിച്ചും മാളുക്കുട്ടി നന്നായി വിശ്രമിച്ചപ്പോൾ വൈറസിന്റെ കാര്യം പരിങ്ങില്ലായി. പതിയെ പതിയെ രോഗപ്രതിരോധ ശക്തി വീണ്ടെടുത്തോടെ മാളുക്കുട്ടിയുടെ ശരീരത്തിലെ ആന്റിബോഡീസ് വൈറസിനെ ഇടിച്ച് പഞ്ഞിക്കിട്ടു. മഞ്ഞപ്പിത്തം പടരുന്നുണ്ട്, നന്നായി ഒന്ന് സൂക്ഷിച്ചു. ഹാപ്പി ഡ്രോയിങ്, സനീഷ് ദിവാകരൻ.